ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുതൽ നമ്മൾ ടോക്ക് ഓൺലി പി എസ് സിയിലൂടെ പുതിയൊരു ഭാഗം ആരംഭിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് കേരള പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം SCERT ടെക്സ്റ്റ് ബുക്കുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ റീസണിങ് ടൈപ്പ്, അതായത് ഇപ്പോഴത്തെ പി എസ് സിയുടെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 11 ചാപ്റ്റേഴ്സാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞതായിരിക്കും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ നിങ്ങളൊന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയി നോക്കുക, എത്രത്തോളം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ചരിത്രം? അത് നമ്മുടെ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സിൽ വരുന്നതാണ്. അതിൽ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത് എന്താണ് ചരിത്രം? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A, മനുഷ്യൻ എഴുതി വെച്ച ഒരു പുസ്തകം. B, മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തൽ. C, മനുഷ്യൻ്റെ ചരിത്രം. D, എഴുതപ്പെടാത്ത വസ്തുക്കളുടെ രേഖപ്പെടുത്തൽ. എന്താണ് ചരിത്രം? എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി, മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തൽ, അതാണ് ചരിത്രം. അതങ്ങനെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, നവീന ശിലായുഗം. ഓപ്ഷൻ ബി, പ്രാചീന ശിലായുഗം. ഓപ്ഷൻ സി, വെങ്കലയുഗം. ഓപ്ഷൻ ഡി, ചരിത്രാതീത കാലം. എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയുന്നുണ്ടായിരിക്കും. എന്താണ്? ഓപ്ഷൻ ഡി, ചരിത്രാതീത കാലം എന്നാണ് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ, എഴുതപ്പെട്ട രേഖകളുള്ള കാലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ചരിത്രകാലം. ഓപ്ഷൻ ബി, ചരിത്രാതീത കാലം. ഓപ്ഷൻ സി, നവീന ശിലായുഗം. ആൻഡ് ഓപ്ഷൻ ഡി, പ്രാചീന ശിലായുഗം. എന്താണ്? എഴുതപ്പെട്ട രേഖകളുള്ള കാലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, ചരിത്രകാലം എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്? എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവയുടെ ശേഷിപ്പുകളും എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവയുടെ ശേഷിപ്പുകളും എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഓപ്ഷൻ എ, ലൈബ്രറി. ഓപ്ഷൻ ബി, ലബോറട്ടറി. ഓപ്ഷൻ സി, സ്മാരകങ്ങൾ. ഓപ്ഷൻ ഡി, മ്യൂസിയം. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, മ്യൂസിയത്തിലാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം? ഓപ്ഷൻ എ, കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ട്. ഓപ്ഷൻ ബി, ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കാൻ. ഓപ്ഷൻ സി, പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഈ ഒരു ആൻസർ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആൻസർ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ എ, കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചരിത്ര രചനയെ സഹായിക്കുന്ന തെളിവുകൾ എന്തെല്ലാമാണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കൂ. അത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നുള്ളത് പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ. ദെൻ സെക്കൻഡ്, നാണയങ്ങൾ, പാത്രങ്ങൾ. തേർഡ് വൺ, ശേഷിപ്പുകൾ.
ഫോർത്ത് വൺ, എഴുതപ്പെട്ട രേഖകൾ. ഇതിലേതൊക്കെയാണ് ചരിത്ര രചനയെ സഹായിക്കുന്ന തെളിവുകൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരം? ഇവയെല്ലാം ചരിത്ര രചനയെ സഹായിക്കുന്ന തെളിവുകൾ തന്നെയാണ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഹൈദർ അലി, ഓപ്ഷൻ ബി ടിപ്പു സുൽത്താൻ, ഓപ്ഷൻ സി മാനുവൽ I, ഓപ്ഷൻ ഡി തോമസ് ഹാർവേ ബാബർ. ആരാണ് പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത്? ഹൈദർ അലിയാണ് പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത്. ക്ലിയർ ആണല്ലോ. 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രാചീന കാലത്ത് കേരളത്തിൽ കണ്ടുവന്നിരുന്ന കുടക്കല്ല്, തൊപ്പിക്കല്ല്, നന്നങ്ങാടി എന്നിവ എന്തുമായി ബന്ധപ്പെട്ടവയാണ്? കേട്ടിട്ടില്ലേ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, നന്നങ്ങാടി എന്നൊക്കെ. ഇതൊക്കെ പ്രാചീന കാലത്ത് കണ്ടുവന്നിരുന്ന സാധനങ്ങളാണ്. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എഴുത്തുകാരുടെ സ്മാരകങ്ങൾ, ഓപ്ഷൻ ബി ഉന്നത വ്യക്തിത്വങ്ങളുടെ സ്മാരകങ്ങൾ, ഓപ്ഷൻ സി ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളാണിത്. ക്ലിയർ ആയല്ലോ. അന്നോ ഡൊമിനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 9th ക്വസ്റ്റ്യൻ നോക്കൂ. അന്നോ ഡൊമിനി എന്ന വാക്കിൻ്റെ അർത്ഥം: എ ശ്രീകൃഷ്ണൻ്റെ ജന്മവർഷത്തിൽ, ഓപ്ഷൻ ബി യേശുക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ, ഓപ്ഷൻ സി നബിയുടെ ജന്മവർഷത്തിൽ, ഓപ്ഷൻ സി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്താണ് അതിൻ്റെ ഉത്തരം? എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? ഓപ്ഷൻ ബി യേശുക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ. ചില ക്വസ്റ്റ്യൻസുകൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ആണ് ആൻസർ ചെയ്യണമെന്നുള്ള ഒരു ബോധത്തോടു കൂടി വേണം എല്ലാവരും ഇരിക്കാൻ കേട്ടോ. ഓക്കെ. 10th ക്വസ്റ്റ്യൻ. എ ഡി ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? എ ഡി എന്നുള്ളത് ഇപ്പോൾ കോമൺ ആയിട്ട് ഏതാ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ബി സി, ഓപ്ഷൻ ബി എ സി, ഓപ്ഷൻ സി സി ഇ, ഓപ്ഷൻ ഡി ഇ സി. ഏത് പേരിലാണ് എ ഡി ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി കോമൺ ഇറ എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്? ഓപ്ഷൻ സി കോമൺ ഇറ എന്ന പേരിലാണ് എ ഡി ഇപ്പോൾ അറിയപ്പെടുന്നത്. ബി സി ഇപ്പോൾ അറിയപ്പെടുന്നത് പേരെന്താണ്? ഓപ്ഷൻ 11th ക്വസ്റ്റ്യൻ. ബി സി ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബി ബി സി, ഓപ്ഷൻ ബി ബി എ സി, ഓപ്ഷൻ സി ബി സി ഇ, ഓപ്ഷൻ ഡി ബി ഇ സി. ഏത് പേരിലാണ് ബി സി അറിയപ്പെടുന്നത്? അത് ബിഫോർ കോമൺ ഇറ എന്ന അർത്ഥത്തിൽ ബി സി ഇ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ. ഒരു നൂറ്റാണ്ടിൽ എത്ര വർഷങ്ങളുണ്ട്? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 100 വർഷമാണ് ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാവുക. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ 200, 300, 400, ഓപ്ഷൻ ഡി 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നൂറ്റാണ്ടിൽ എത്ര വർഷമുള്ളത്? 100 വർഷങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ എ ന്യൂമറോളജി, ഓപ്ഷൻ ബി ന്യൂമറിക് ശാസ്ത്രം, ഓപ്ഷൻ സി നമ്പർ ഓളജി, ഓപ്ഷൻ ഡി ന്യൂമിസ്മാറ്റിക്സ്. എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ന്യൂമിസ്മാറ്റിക്സ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്ത് കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്ന വർഷം ഏതാണ് എന്നതാണ് 14th ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ലോകത്ത് കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്ന വർഷം. ഓപ്ഷൻ എ കോമൺ ഇറ, ഓപ്ഷൻ ബി അന്നോ ഡൊമിനി, ഓപ്ഷൻ സി ക്രിസ്തുവർഷം, ഓപ്ഷൻ ഡി ഗ്രിഗോറിയൻ കലണ്ടർ. ഏതാണ് ഇന്ന് കാലഗണനയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത്? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എഴുതാം. ഓപ്ഷൻ സി ക്രിസ്തുവർഷം. അല്ലെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ കാലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു ദിവസമാണ് ക്രിസ്തു ജനിച്ചത് എന്ന് വിചാരിക്കുക. ക്രിസ്തുവിൻ്റെ ജനനവർഷം. അവിടെ മുതൽ ഇങ്ങോട്ട് എത്ര വർഷമായി എന്നും അല്ലെങ്കിൽ അതിൻ്റെ പുറകിക്ക് എത്ര വർഷമായി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോന്നും ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രിസ്തു വർഷത്തിൽ തന്നെയാണ്. പക്ഷേ ആ ഒരു യൂസ് ചെയ്യുന്നത് പണ്ട് എ ഡി ബി സി എന്ന് ഉപയോഗിച്ചതിന് പകരമാണ് കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടി ഇവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ വർഷം തന്നെയാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. എല്ലാവർക്കും അറിയാം അല്ലേ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. എ
1956, ബി 1957, സി 1958, ഡി 1959. ഏത് വർഷമാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്? 1956. വളരെ കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നവംബർ 1 എന്നും കൂടി പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയാം? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 9 വർഷം, ഓപ്ഷൻ സി 10 വർഷം, ഓപ്ഷൻ ഡി 11 വർഷം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 അവിടെ നിന്ന് 1956 എത്ര വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്? 9 വർഷം കഴിഞ്ഞിട്ടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയ വർഷം. എ 1928, ബി 1929, സി 1930, ഡി 1931. ചോദിച്ചിട്ടുള്ളത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം എന്നൊന്നുമല്ല, ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയ വർഷമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 1930 ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വർഷങ്ങൾ ഏതു നൂറ്റാണ്ടിൽ ആണെന്ന് കണ്ടെത്തുക. താഴെ പറയുന്ന വർഷങ്ങൾ ഏതു നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്തുക. ഓക്കെ, ഒന്ന് AD 2014 എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത് AD 1947 തന്നിട്ടുണ്ട്. AD 1857 തന്നിട്ടുണ്ട്. ദെൻ ഫോർത്ത് വൺ 261 BC എന്ന് തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ 326 BC എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് നൂറ്റാണ്ടിലാണ് വരുന്നത്? നമുക്ക് ഓപ്ഷൻ എ 21, അതായത് ഒന്നാമത്തത് 21-ാം നൂറ്റാണ്ട്, ഇത് 22-ാം നൂറ്റാണ്ട്, അതായത് AD 1947 20-ാം നൂറ്റാണ്ട്, അങ്ങനെ ആ രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് AD 2014 എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടാണ്. AD 1947 എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടാണ്. AD 1857 എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടാണ്. ക്ലിയർ. 261 BC എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടാണ്. അതുപോലെ തന്നെ 326 BC എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടാണ്. ഇത് കണ്ടെത്തുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ വേറെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു. ഓപ്ഷൻ എ ശില, ഓപ്ഷൻ ബി മരങ്ങൾ, ഓപ്ഷൻ സി മൃഗങ്ങൾ, ഓപ്ഷൻ ഡി ലോഹങ്ങൾ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമുക്കിത് കാണുമ്പോൾ തോന്നും എയും ബിയും സിയും എല്ലാം ഇല്ലേന്ന്. പക്ഷേ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ചൊരു പ്രധാന വസ്തു എന്ന് ചോദിച്ചാൽ അത് ശില തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിനെ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശിലായുഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ചൊരു പ്രധാന വസ്തു എന്തായിരുന്നു? അത് ശില തന്നെയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ, ആദിമ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതു പേരിലാണ് തന്നിട്ടുണ്ട്? നവീന ശിലായുഗം, ബി പ്രാചീന ശിലായുഗം, സി ശിലായുഗം, ഡി വെങ്കലയുഗം. നമുക്ക് കോമൺ ആയിട്ട് ശിലായുഗം എന്നാണ് അതിനെ പറയുന്നത്. അതുകൊണ്ട് വേറെ ഓപ്ഷനിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്താണ്? ആദിമ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ശിലായുഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശിലായുഗത്തെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? ശിലായുഗത്തെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചതായിട്ട് നമ്മൾ കാണുന്നത് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ. അതിലാർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് വായിച്ചൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന ശിലായുഗ മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നത്? പ്രാചീന ശിലായുഗ മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നത്? എ മരങ്ങളുടെ മുകളിൽ, ബി ഗുഹകളിൽ, സി നദീ തീരങ്ങളിൽ, ഡി പുൽമേടുകളിൽ. എവിടെയാണ് പ്രാചീന ശിലായുഗ മനുഷ്യൻ പ്രധാനമായിട്ടും താമസിച്ചിരുന്നത്? ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. ക്ലിയർ ആണല്ലോ. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി ഈയം, ഓപ്ഷൻ സി തീ, ഓപ്ഷൻ ഡി മിനുസപ്പെടുത്തിയ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ. ഇതിലേതായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന കണ്ടുപിടുത്തം എന്ന് പറയുന്നത്?
തീ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശിലായുഗം, ഓരോരോ ശിലായുഗങ്ങൾ, പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, അതുപോലെ തന്നെ എല്ലാ ശിലായുഗങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് ആ പോയിൻ്റ് ആയിട്ട് തന്നെ പഠിക്കാണ്ട് അവരുടെ ഓരോ ശിലായുഗത്തിൻ്റെയും കണ്ടുപിടുത്തങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കണം. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം തീയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാചീന ശിലായുഗ മനുഷ്യർ ഏതു തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ മൂർച്ചയുള്ളതും മിനുസമുള്ളതുമായ ഉപകരണങ്ങൾ, ഓപ്ഷൻ ബി ചെമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ, ഓപ്ഷൻ സി മരക്കമ്പുകൾ മൂർച്ചപ്പെടുത്തിയെടുത്തത്, ഓപ്ഷൻ ഡി പരുക്കൻ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ. പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ച് അവർക്ക് ടെക്നോളജി ഒന്നും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പ്രാചീന ശിലായുഗ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പരുക്കൻ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യർ സ്ഥിര താമസം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യർ സ്ഥിരതാമസം ആരംഭിച്ചത്? ഏത് കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പ്രാചീന ശിലായുഗം, ഓപ്ഷൻ ബി നവീന ശിലായുഗം, ഓപ്ഷൻ സി താമ്രശിലായുഗം എന്നാണ് കേട്ടോ, താമ്രശിലായുഗം, ഓപ്ഷൻ ഡി വെങ്കലയുഗം. ഇതിലേത് കാലഘട്ടത്തിലാണ് മനുഷ്യർ സ്ഥിരതാമസം ആരംഭിച്ചത്? നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യൻ എന്തിന് ആരംഭിച്ചത്? ഓക്കെ, 25th ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യൻ സ്ഥിര താമസം ആരംഭിച്ച കാലഘട്ടം നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് മനുഷ്യൻ എന്താരംഭിക്കുന്നത്? സ്ഥിരതാമസം ആരംഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ. ശിലായുധങ്ങളോടൊപ്പം ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയ യുഗം ഏത്? ശിലായുധങ്ങളോടൊപ്പം ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയ യുഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ താമ്രശിലായുഗം, ഓപ്ഷൻ ബി നവീന ശിലായുഗം, ഓപ്ഷൻ സി പ്രാചീന ശിലായുഗം, ഓപ്ഷൻ ഡി വെങ്കലയുഗം. ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യൻ ശിലായുധങ്ങളോടൊപ്പം ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ താമ്രശിലായുഗമാണ്. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എഴുത്തുവിദ്യ രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പ്രാചീന ശിലായുഗം, ഓപ്ഷൻ ബി നവീന ശിലായുഗം, ഓപ്ഷൻ സി വെങ്കലയുഗം, ഓപ്ഷൻ ഡി താമ്രശിലായുഗം. ഏത് കാലഘട്ടത്തിലാണ് എഴുത്തുവിദ്യ രൂപപ്പെട്ടത്? വെങ്കലയുഗത്തിൻ്റെ കാലഘട്ടത്തിലാണ് എഴുത്തുവിദ്യ രൂപപ്പെടുന്നത്. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിന്നും ഉടലെടുത്ത സംസ്കാരം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിന്നും ഉടലെടുത്ത സംസ്കാരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഹാരപ്പൻ സംസ്കാരം, ഓപ്ഷൻ ബി ഈജിപ്ഷ്യൻ സംസ്കാരം, ഓപ്ഷൻ സി സിന്ധു നദീതട സംസ്കാരം, ഓപ്ഷൻ ഡി മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏതാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിന്നും ഉടലെടുത്ത സംസ്കാരം? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിന്നും ഉടലെടുത്തതായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെസപ്പൊട്ടോമിയ ഇന്നത്തെ ഏത് രാജ്യത്തിലാണ്? ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചു വയ്ക്കുക. എ ഇറാൻ, ബി ഇറാഖ്, സി ഈജിപ്റ്റ്, ഡി പാകിസ്ഥാൻ. മെസപ്പൊട്ടോമിയ ഇന്നത്തെ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാഖിലാണ് കേട്ടോ. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സിഗുറാത്തുകൾ. ഓപ്ഷൻ എ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ, ഓപ്ഷൻ ബി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ, ഓപ്ഷൻ സി മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ. ഇവയൊന്നുമല്ല. സിഗുറാത്തുകൾ എന്താണ്? സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായ ദേവാലയ സമുച്ചയങ്ങളെയാണ് നമ്മൾ സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഇത്. കംപ്ലീറ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കും അതുപോലെ ഹാൻഡ് ബുക്കും ഉണ്ടല്ലോ ടീച്ചേഴ്സിൻ്റെ, അതൊന്നും മാത്രം എടുത്തുണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് SCERT ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാവും. അതിപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് +1 +2 കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഡിഗ്രി മുതൽ LGS മുതൽ ഡിഗ്രി ലെവലുള്ള ഏത് കുട്ടികൾക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല LP UP ഒക്കെ ആകുമ്പോൾ ഇതെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആക്കിയ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. വായിച്ചുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. 31st ക്വസ്റ്റ്യൻ നോക്കൂ. ഹൈറോഗ്ലിഫിക്സ് ലിപി നിലനിന്നിരുന്ന രാജ്യം. ഹൈറോഗ്ലിഫിക്സ് ലിപി നിലനിന്നിരുന്ന രാജ്യം പുരാതന ഈജിപ്റ്റ്. ഓപ്ഷൻ എ പുരാതന ഈജിപ്റ്റ്, ഓപ്ഷൻ ബി മെസപ്പൊട്ടോമിയ, ഓപ്ഷൻ സി ഹാരപ്പ, ഓപ്ഷൻ ഡി ഇറാഖ്. ഓക്കെ, അപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ ഹൈറോഗ്ലിഫിക്സ് ലിപി നിലനിന്നിരുന്ന രാജ്യം ഏതാണെന്നാണ്. ഓപ്ഷൻ എ പുരാതന ഈജിപ്റ്റ്, ഓപ്ഷൻ ബി മെസപ്പൊട്ടോമിയ, ഓപ്ഷൻ സി ഹാരപ്പ ആൻഡ് ഓപ്ഷൻ ഡി എന്താണ് ഇറാഖ്. ഏതാണ്? പുരാതന ഈജിപ്തിൽ നിലനിന്നിരുന്നതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 31 ക്വസ്റ്റ്യൻസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 101 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പോഴാണ് 101 ക്വസ്റ്റ്യൻ ആകുമ്പോഴാണ് നമ്മളുടെ 11 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുക. ഒറ്റ ക്ലാസ്സിൽ നമ്മളിത് ചെയ്താൽ വളരെയധികം ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇനിയും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ അപ്ലോഡും ചെയ്യുന്നതായിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഇന്ന് നമ്മൾ ഇപ്പോൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളൂ, 31 ക്വസ്റ്റ്യൻസാണ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി ചൈനീസ് സംസ്കാരം അങ്ങനെ പറഞ്ഞിട്ടുള്ള നൈലിൻ്റെ ദാനം, കുടുംബത്തിലൂടെ, അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിനെയും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം 101 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്. ഏറ്റവും ബേസ് നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള 31 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ.